IT കരിയറിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് എന്ത് ഉപദേശമാണ് താങ്കളെ പോലെ ഒരാൾക്ക് കൊടുക്കാനുള്ളത്? ഓക്കെ, വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം IT എന്ന് പറയുമ്പോൾ നമ്മളുടെ സമൂഹത്തിൽ IT എന്ന് പറഞ്ഞ് ഒരുപാട് ഡിഫറെൻറ്റ് ചെറിയ ചെറിയ അത്ര റിലവൻ്റ് അല്ലാത്ത പല ടെക്നോളജികളിലേക്കും നമ്മുടെ സ്റ്റുഡൻസിനെ കൊണ്ടുപോകുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ഒരു ഇൻഡസ്ട്രിയിലേക്ക്, അതായത് IT എന്ന് പറയുന്നത് ഒരു വലിയൊരു അംബ്രല്ലയാണ്. അതിനകത്ത് നമുക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഫീൽഡ് ഉണ്ട്, ഹാർഡ്വെയർ ഫീൽഡ് ഉണ്ട്, ഇന്നിപ്പോൾ നെറ്റ്വർക്ക് ക്ലൗഡ് പോലുള്ള കാര്യങ്ങളുണ്ട്, സൈബർ സെക്യൂരിറ്റി ഒക്കെ പോലുള്ള വളരെ നല്ല ഫീൽഡുകളുണ്ട്. ഇതിൽ ഏത് ഏരിയയിലാണോ പോകുന്നത് ആ ഏരിയയിൽ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ഇൻഡസ്ട്രിക്ക് ഇന്ന് ആവശ്യമുള്ളതും ഫ്യൂച്ചറിസ്റ്റിക്കുമായിട്ടുള്ള ഏരിയകളിലേക്ക് അത് മനസ്സിലാക്കി ഇതെല്ലാം കമ്പയർ ചെയ്ത് വളരെ ജുഡീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ട് വേണം അതിലേക്ക് പോകാൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ പോവുകയാണെങ്കിൽ അതിനകത്ത് തന്നെ വീണ്ടും ഒരുപാട് ഏരിയകളുണ്ട്. അതിനകത്ത് ഏറ്റവും ലുക്രേറ്റീവ് ആയിട്ടുള്ള, ഏറ്റവും ജോലി സാധ്യതയുള്ള, ഫ്യൂച്ചറിസ്റ്റിക്കായ, ഇന്ന് വളരെ റിലവൻ്റ് ആയിട്ടുള്ള, ബൂം ചെയ്ത് നിൽക്കുന്ന, എന്നാൽ ഫ്യൂച്ചറിലേക്കുമുള്ള അങ്ങനത്തെ ഏതെങ്കിലും നല്ല ടെക്നോളജി സ്റ്റാക്കും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ സെലക്ട് ചെയ്തിട്ടാണ് പോകേണ്ടത്. അതിൽ ഈ പറഞ്ഞ മാതിരി തന്നെ ഈ മൈക്രോസോഫ്റ്റിനൊക്കെ ആകുമ്പോൾ വളരെ നല്ല, തീർച്ചയായിട്ടും മുകളിലേക്ക് തന്നെ പോകുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ ജാവ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ്, എൻ്റർപ്രൈസ് ബാക്കൻഡ് ഡെവലപ്മെൻറ്റ്, അതുപോലുള്ള കാര്യങ്ങൾ എല്ലാം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ തീരെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത ചില ഏരിയകളാണ് ഇപ്പോൾ ക്ലൗഡ് ഡെവോപ്സ് ഒക്കെ പോലുള്ള സംഗതികൾ. അതുപോലെ തന്നെ മൊബൈൽ ഡെവലപ്മെൻറ്റ്, വളരെ അതും നേറ്റീവ് ഡെവലപ്മെൻറ്റിലേക്ക് പോകാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഹൈബ്രിഡ് ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ഫ്ലട്ടർ പോലുള്ള കാര്യങ്ങളിലേക്കെല്ലാം പോകാം. അപ്പോൾ പുതിയതായിട്ട് ജോബ് സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ആദ്യമായി ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കുകയും എന്നിട്ട് റൈറ്റ് ഏരിയ, ഇപ്പോൾ സോഫ്റ്റ്വെയർ ആണോ, ഹാർഡ്വെയർ അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ക്ലൗഡ് പോലുള്ള കാര്യങ്ങളാണോ, അത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് അറിയണം നമുക്ക് ആദ്യം. ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്, ഡെവോപ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ പല ആൾക്കാരും നെറ്റ്വർക്കിംഗ് അതുപോലുള്ള പല കാര്യങ്ങൾക്കും പഠിച്ച്, അല്ലെങ്കിൽ ഇപ്പം AI എന്ന് പറഞ്ഞ ആ ഒരു കീവേഡ്, ബസ് വേർഡ് കേട്ട് ഒരുപാട് പേര് പൈത്തൺ മാത്രമേ പഠിച്ച് AI-യിലേക്ക് ജമ്പ് ചെയ്തൊക്കെ പോകാറുണ്ട്. പക്ഷേ പലരും മനസ്സിലാക്കാത്ത പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് AI-യിൽ നമുക്ക് എക്സ്പെർട്ടീസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വർഷങ്ങൾ, കുറച്ച് സമയം എടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അതിന് ആദ്യം നമുക്ക് ഫൗണ്ടേഷണൽ സ്കിൽ സെറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ഇൻഡസ്ട്രിയിൽ വളരെ നന്നായി വർക്ക് ചെയ്യുന്ന, ഇൻഡസ്ട്രിയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള മെൻറ്റേഴ്സിനെ കണ്ടുപിടിച്ച് അവരിൽ നിന്ന് റൈറ്റ് ഗൈഡൻസോട് കൂടി ഇൻഡസ്ട്രിയിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മെഡിക്കൽ ഇൻഡസ്ട്രി ആണെങ്കിൽ അതിൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിലും അതിന് താഴെയുള്ള ഏത് പ്രൊഫഷനിലേക്ക് പോകുകയാണെങ്കിലും അത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് അതിൽ ഗൈഡൻസും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി റിലേറ്റീവ്ലി എളുപ്പമാണ്. IT-യിൽ അങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഒരുപാട് ചതിക്കുഴികൾ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അതെല്ലാം അതിനെല്ലാം ബൈപ്പാസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ, റൈറ്റ് ഇത് കരിയർ അല്ലെങ്കിൽ പ്രൊഫഷൻ പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, ഇതിന് നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന മെൻറ്റേഴ്സോ അല്ലെങ്കിൽ വളരെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡേഴ്സ് ഉണ്ടെങ്കിൽ അവരടുത്ത് പോയിട്ട് അത് സ്റ്റഡി, അവരെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, മറ്റുള്ളവരെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അത് കമ്പയർ ചെയ്ത് ഏറ്റവും നമുക്ക് കൺവിൻസിങ് ആയി എന്നിട്ട് അവർ പറയുന്നതെല്ലാം കേട്ട് എക്സ്പേർട്സ് ആയിട്ടുള്ള നമ്മുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സ് സർക്കിളിലുള്ള IT-യിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് കമ്പയർ ചെയ്ത് ചോദിക്കുക, ഇവരിങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇതിലേതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ എക്സ്പേർട്ട് അഡ്വൈസോട് കൂടി പോകുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മുടെ ഫ്രണ്ട്സ് പറയുന്നത് കേട്ടിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള കോളേജിലുള്ള കുറേ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ട് ആ ഒരു ട്രെൻഡിനനുസരിച്ച് പോകാം, അല്ലെങ്കിൽ കുറേ പരസ്യങ്ങൾ കണ്ടിട്ട്, ആഡ്സ് കണ്ടിട്ട് അതിനെ ബേസ് ചെയ്ത് മാത്രം നമ്മൾ ഡിസിഷൻ എടുക്കാതെ, നമ്മുടെ കരിയറും മറ്റുള്ള നശിപ്പിക്കാതെ വളരെ ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കാൻ കെൽപ്പുള്ള, അല്ലെങ്കിൽ നമ്മളെ അഡ്വൈസ് ചെയ്യാൻ കഴിവുള്ള മെൻറ്റേഴ്സിൻ്റെ അഡ്വൈസോട് കൂടി തീരുമാനമെടുക്കുക. അതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ അഡ്വൈസ്. പിന്നെ അടുത്തൊരു ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, അഡ്വൈസ് ഒന്നും അധികം ആൾക്കാർക്ക് ഇഷ്ടമൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് ടിപ്പ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു, എൻ്റെ ലൈഫിൽ ഞാൻ അധികം ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. IT എന്ന് പറയുന്നത് ഒരുപാട് നല്ല ശമ്പളം കിട്ടുന്ന, വളരെ ലുക്രേറ്റീവ് ആയിട്ടുള്ള ജോബുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ 100% ഡെഡിക്കേഷന് നമ്മൾ തയ്യാറായെങ്കിൽ മാത്രമേ അതിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയധികം സാലറി കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ജോലി അത്ര എളുപ്പമൊന്നുമല്ല. അപ്പോൾ
അത് നമ്മൾ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഒരു കരിയർ പാത്തിൽ കൂടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്തില്ല. അതുകൊണ്ടാണ് IT-ലേക്ക് കടന്ന് ഒരുപാട് ആൾക്കാർ, ഒരുപാട് കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യും, പകുതി വെച്ച് നിർത്തിയത് എനിക്ക് പറ്റിയതല്ല, IT-ക്ക് എനിക്ക് പറ്റിയ ഇൻഡസ്ട്രി അല്ല എന്ന് തീരുമാനിച്ച് അവർ ജമ്പ് ചെയ്യും. അതിന്റെ മെയിൻ കാരണം അവർ റോങ് വഴി കൂടെ പോകുന്ന